എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡിസൈനർക്ക്, അതായത് ഇത് ഉണ്ടാക്കിയ ആൾക്ക്, ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആൾക്ക് ഒരു ചെറിയ മണ്ടത്തരം പറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹായ് ഗൈസ്, ഐശ്വര്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് ഈ ഒരു ലൈറ്റാണ്. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നത് എനിക്കൊരു വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റാണ്. ഇതൊരു ടേബിൾ ലാമ്പാണ്, USB പവേർഡ് ടേബിൾ ലാമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വിച്ചാണ്. ഇത് സ്വിച്ച് എന്നൊന്നും പറയാനില്ല, ടച്ച് സർഫസാണ്. ഇതിൻ്റെ മേത്ത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ലൈറ്റ് കത്തും. അത് 3 ബ്രൈറ്റ്നസ്സിൽ കത്തും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ആ ഒരു സംഭവം എന്താണ് ഇങ്ങനെ ഈ ടച്ച്, ഇത് എങ്ങനെയാണ് ഈ ടച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ സാധനം മേടിച്ചത്. എന്തോരം ലൈറ്റ് ഉണ്ട്, വെട്ടമുണ്ടെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ഷോ ഓഫ് ലൈറ്റാണ്. റീഡിങ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് ഒരു ചെറിയ ബെഡ് ലാമ്പായിട്ടോ നൈറ്റ് ലാമ്പൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ലൈറ്റാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അരമാസമായി ഇത് ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രോഡക്റ്റിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ടേബിൾ ലാമ്പിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള LED ബൾബ് ഏതാണെന്ന് നോക്കാം. അപ്പം ഇത് സിമ്പിളാണ്. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിപ്പോരുന്നതാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ ഇൻഡൻറ്റ് കാണാം. അപ്പോൾ അത് പ്രസ് ലോക്കാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്ന് തിക്കി നോക്കാം. അയ്യോ, തിരിച്ച് ലോക്കായല്ലോ. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. കണ്ടോ, ഇതേമാതിരി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഓക്കെ, ഒരു നല്ല LED സ്ട്രിപ്പാണല്ലോ. ഓക്കെ, അപ്പോൾ 14 LEDകളുള്ള ഒരു സ്ട്രിപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 14 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് വരുന്നത്. പ്രത്യേകിച്ച് റെസിസ്റ്ററൊന്നും കാണുന്നില്ല. നമുക്ക് ഈ LEDയും കൂടെ ഒന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, ലോ, മീഡിയം, ഹൈ. ഓക്കെ, ഈ സ്വിച്ച് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, കത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഹൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയണമാണല്ലോ. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം സ്ക്രൂ ഡ്രൈവർ തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അവിടെ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4 ഫിലിപ്സ് സ്ക്രൂ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഊരാൻ എളുപ്പമുണ്ട്. ഓക്കെ, നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ഈ സ്ക്രൂ എല്ലാം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പ്രൈ ഓപ്പൺ ചെയ്താൽ മതിയാവും. കാരണം ജസ്റ്റ് ഇപ്പോൾ മറ്റേ ഫ്രിക്ഷൻ ഫിറ്റ് ആയിരിക്കും ഈ സാധനങ്ങൾ മിക്കവാറും വരുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് അത്യാവശ്യം നല്ല രസമുള്ള പ്ലാസ്റ്റിക്കാണ്. റബ്ബറുമായിട്ട് ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കത് ഊരിയെടുക്കാനൊക്കെ ആയിട്ടൊരു ഇതുണ്ട്. പക്ഷേ പൊട്ടിപ്പോകുന്നൊരു പേടിയും മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഊരിയെടുക്കാം. വേണ്ട, ഇതേമാതിരി പില്ലറാണ്. ഓക്കെ, സംഭവം ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടച്ച് പാഡായിട്ട് വരുന്നത്. LED-യിലേക്ക് ഒരു ചെറിയ 2 വയറുകളാണ് പോയേക്കുന്നത്. ആ കൂടെ ഒരൊറ്റ സർക്യൂട്ട് ബോർഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാനുള്ളൂ. അതും ഒരു ചെറിയൊരു IC ഉണ്ട്. നമ്മുടെ ബോർഡ് 3 ചെറിയ പ്ലാസ്റ്റിക് റിവേറ്റ് വെച്ചിട്ടാണ് ടേബിൾ ലാമ്പ് പിടിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് തിക്കിയെടുക്കാം. ഓക്കെ, 2 ഊരി പോകുന്നു, 3-ാമത്തെ ഊരി പോകുന്നില്ല. അപ്പോൾ നമുക്ക് വല്ല സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിക്കേണ്ടി വരും. അപ്പോൾ ബോർഡ് ഊരി പോന്നിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്ര ഒരു ക്വാളിറ്റിയുള്ള ബോർഡൊന്നുമല്ല, നിസാര ക്വാളിറ്റിയുള്ള ഈ ബോർഡിന്. അതേമാതിരി തന്നെ വളരെ ഫ്ലിംസിയാണ്. ചിലപ്പം സൂക്ഷിച്ചെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അത് ഒടിഞ്ഞു പോയേനെ. അപ്പം വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു LED ഇൻഡിക്കേറ്ററുണ്ട്, പിന്നെ ഒരു ICയും ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ സാധനങ്ങൾ. കമ്പോണൻസ് ആയിട്ടൊന്നും പറയാനുള്ളതില്ല. എപ്പോഴത്തെ മാതിരി നമ്മൾ അഴിച്ച് വെച്ചിട്ടൊന്ന് കത്തിച്ച് നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ടച്ച് ചെയ്തപ്പോഴത്തേക്കും ലൈറ്റ് കത്തി. അപ്പോൾ ആ ടച്ച് പാഡ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമില്ല, ഒരു കോപ്പർ ഫിലിമാണ് ഒട്ടിച്ച് വെച്ചാണ്. അതിൻ്റെ പൊക്കത്ത് വിരൽ തൊടുമ്പോഴാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം ഇപ്പോഴും ഉണ്ട്. അതായത് ഈ ടച്ച് ഇടയ്ക്ക് സെൻസ് ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ട്. കണ്ടോ, ഹൈ കത്താനായിട്ട് ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ഒരു ICയുടെ നമ്പർ നൈസായിട്ട് അങ്ങോട്ട് മാച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ടും മാഗ്നിഫൈങ് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കിയിട്ടും ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു വളരെ ഡിസപ്പോയിൻമെൻ്റായി. നമുക്ക് ICയുടെ നമ്പർ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തായാലും കണ്ടുപിടിക്കാൻ നിർത്തിയില്ല. അപ്പോൾ എന്തായാലും സംഭവം നല്ല അടിപൊളി ഒരു ഇതാണ്. പക്ഷേ നമ്മൾ ആ IC ഒരിക്കലും മാസ്ക് ചെയ്യുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം ഒരു മൈക്രോ കൺട്രോളറാണ്. എങ്കിൽ കൂടി ഇത് ഏത് മൈക്രോ കൺട്രോളർ എന്ത് സീരീസ് ആണെന്നുള്ളതൊന്നും നമുക്ക് അറിയാനായിട്ടൊരു മാർഗ്ഗമില്ല. അതിൻ്റെ സീരിയൽ നമ്പർ ഫുള്ള് മാച്ച് കളഞ്ഞേക്കാണല്ലോ ഗൈസ്. അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പുഷ് ഇതാണ്, അതായത് ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ കൂടെ 4 സ്ക്രൂ മാത്രമേ ഉള്ളൂ ദൂരാനായിട്ട്.
ഡിസൈനിങ് എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡിസൈനർക്ക്, അതായത് ഇത് ഉണ്ടാക്കിയ ആൾക്ക്, ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആൾക്ക് ഒരു ചെറിയ മണ്ടത്തരം പറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനകത്തൊരു ബാറ്ററി ഇടാനും ഒക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സംഭവിച്ചത് എന്തായിരിക്കാം എന്നുള്ളത് ഒരു ഊഹമാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ബാറ്ററി ഒക്കെ ഇട്ട് ഒരു പുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആദ്യത്തെ ബാച്ചുകൾ മിക്കവാറും ഇതേമാതിരി വിറ്റഴിച്ചപ്പോഴത്തേക്കും മേടിച്ച ആളുടെ കയ്യിലെത്തിയപ്പോഴത്തേക്കും ഇതിൻ്റെ ബാറ്ററി മിക്കവാറും ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ ടച്ചാണല്ലോ, കപ്പാസിറ്റി ടച്ചാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാരണവശാൽ കപ്പാസിറ്റൻസ് വന്നിട്ട് ലൈറ്റ് ഓണായി കിടന്ന് ബാറ്ററി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്, ബാറ്ററി ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ അറിയാതെ ഇത് നമ്മൾ എടുത്ത് എടുക്കുമ്പോഴൊക്കെ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബാറ്ററി പെട്ടെന്ന് അങ്ങനെ ഡിസ്ചാർജായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മിക്കവാറും ഈ സാധനം ജസ്റ്റ് USB കുത്തി അന്നേരം കത്തുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കിയത്. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.